മൈ ഡിയേഴ്സ്. യെസ്, മിസ്സിന് മുമ്പിൽ ഉണ്ടാവുക ക്ലാസ് 5 പഠിക്കുന്ന കുഞ്ഞു മക്കളായിരിക്കും അല്ലേ. സോ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം, കുറച്ചും കൂടി അതിനുള്ള കാര്യങ്ങൾ എന്താണ് ഇത്തിരി കൂടി ക്യൂരിയസ് ആയിട്ട് തോന്നാറുണ്ടോ? ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുമ്പോഴും, അതുപോലെ നിങ്ങൾ സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സുനിത വില്യംസ് ഒക്കെ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രില്യൻ പാല പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി കോഴ്സാണ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. സോ October 5 നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവുക. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ കൂടിയിട്ടുള്ള ബ്രോഷർ നമ്മുടെ ബ്രില്യൻ പാലയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പലരും നമ്മുടെ ബ്രില്യൻ പാലയുടെ തന്നെ ഫ്രീ കോഴ്സ് ആയിട്ടുള്ള പ്രീ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തവരായിരിക്കും. സോ നിങ്ങൾക്കും ഈ എക്സാം എഴുതാം. ഇനി പ്രീ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് 6 ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാം. സോ ഈ എക്സാമിന്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിസ് അതിന്റെ ഒരു പോർഷൻ, ദാറ്റ് ഈസ് ഫിസിക്സിലെ പോർഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫിസിക്സ് എന്താ, കെമിസ്ട്രി എന്താ, ബയോളജി എന്താന്ന് ഒരു ഐഡിയ വരുന്നതേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ ബേസിക് സയൻസ് ആണ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൽ നമ്മൾ ഈ നൈറ്റ് സ്കൈനെ കുറിച്ചിട്ടും അതുപോലെ എനർജീസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ആ ഒരു പോർഷൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ഫിസിക്സിന്റെ സിലബസിലാണ്. സോ അതാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മിസ്സിന്റെ പേര് ധനലക്ഷ്മി എന്നാണ്. മിസ് ഇവിടെ ഫിസിക്സ് ഫാക്കൽറ്റി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മുടെ ഫിസിക്സിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആക്ച്വലി 2 പോർഷൻസ് മാത്രമാണ് നമുക്ക് എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുള്ള സോളാർ സിസ്റ്റം, നൈറ്റ് സ്കൈ അല്ലെ, ഇതൊക്കെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും ആണ്. സോ ആ പോർഷനാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. സോ നൈറ്റ് സ്കൈ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നൈറ്റ് സ്കൈയിൽ നമ്മൾ സ്റ്റാർസിനെ കുറിച്ച് കാണാറുണ്ട് അല്ലേ, അതുപോലെ ആസ്ട്രോയിഡ്സിനെ കുറിച്ച് കാണാറുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റാർസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എന്തായാലും വേണം. അതുകൂടാതെ നമ്മൾ കാണുന്നതാണ് മൂൺ അല്ലെ. അപ്പൊ മൂണിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബേസിക് ഐഡിയ എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗാലക്സി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? യെസ്, മിൽക്കി വേ ഗാലക്സി ആണ് അല്ലേ. സോ അതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ സ്കൈയിൽ കാണുന്ന വേറെ കുറച്ച് ആൾക്കാരാണ് കോൺസ്റ്റലേഷൻസ് അല്ലെ. ഓറിയോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ യെസ്, ഉർസ മേജർ, ഉർസ മൈനർ എന്ന് പറയുന്ന കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റലേഷൻസ് ഉണ്ട്. സോ അതിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അറിയുന്ന നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെ. സോളാർ സിസ്റ്റത്തിൽ സെന്റർ ആയിട്ടുള്ള സണ്ണിനെ കുറിച്ചിട്ടും അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന 8 പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും നിങ്ങൾ എല്ലാവരും എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സോ ആ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതുപോലെ സണ്ണിനെ കുറിച്ചിട്ടും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നൈറ്റ് സ്കൈ ആൻഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിലബസിൽ നിങ്ങൾ നോക്കേണ്ടതുള്ളത്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടോപ്പിക്കാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. സോ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു എനർജി വേണം, അല്ലെങ്കിൽ എനർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എനർജി ഇല്ലേ, നീ ഫുഡ് കഴിച്ചില്ലേ നമ്മൾ ചോദിക്കും അല്ലെ. സോ ആ എനർജി എന്ന് പറയുന്ന പോർഷനിൽ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലെയുള്ള ഒരു ഫ്യൂവൽസ്, നമ്മൾ പല പല ഫ്യൂവൽസ് ഉണ്ടാവും അല്ലെ, പെട്രോൾ, ഡീസൽ അല്ലെ, നമ്മൾ പലതരത്തിലുള്ള ഫ്യൂവൽസിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ ഏതാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. സോ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്കറിയാം ചില എനർജി സോഴ്സസ് എന്താണ്, വൈഡ്ലി അവൈലബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടും, റിന്യൂവബിൾ ചെയ്യാൻ പറ്റുന്ന എനർജീസ് ആണ്. പക്ഷെ ചില ടൈപ്പ് ഓഫ് എനർജി വളരെ ലിമിറ്റഡ് ആണ്. സോ ആ ഒരു കാറ്റഗറി നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുകൂടാതെ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസിൽ തന്നെ വരുന്നതാണ് സോളാർ എനർജി, വിൻഡ് എനർജി എല്ലാം അല്ലെ. സോ ആ 2 എനർജീസിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ ഒരു ഐഡിയ നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ദെൻ അടുത്തത് നമ്മൾ ഈ എനർജീസിനെ ആണെങ്കിലും ഫ്യൂവൽസിലെ ആണെങ്കിലും നമ്മൾ അധികം ഒന്നും വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം അല്ലെ. സേവ് എനർജി, അതുപോലെ ഫ്യൂവൽസിനെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. സോ ഈ ഒരു ബേസിക് ഐഡിയാസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സിലബസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിസിക്സിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ബേസ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ
ഇതുപോലെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ പാസ്സാകുന്നുണ്ടാവുക അല്ലെങ്കിൽ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതിനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നമ്മുടെ ബ്രില്യൻറ്റ് പാലയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ എക്സാംസിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതി നോക്കാവുന്നതാണ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് മിസ് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പറഞ്ഞ എല്ലാ ഡ്രീംസിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.